നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് ടൈം ടേബിൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുമല്ലേ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സജഷൻസ്, നിങ്ങൾ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കാറുണ്ട്, അതറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സജഷൻസ് വന്നത് ഇംഗ്ലീഷ് ടഫായിട്ടുള്ള ആൾക്കാരുണ്ട്, മലയാളം ടഫായിട്ടുള്ള ആൾക്കാരുണ്ട്, മാത്സ് ടഫായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇംഗ്ലീഷേ ഞാൻ പഠിച്ചെടുത്ത എനിക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്റ്റും എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആകെ ഇംഗ്ലീഷിൽ കുറച്ച് പോർഷൻസേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് തന്നെയാണ് PSC എല്ലാ ചോദ്യ പേപ്പറിനും ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 20 ഇംഗ്ലീഷ് ചോദ്യത്തിന് ഒരു 15 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ 5 എണ്ണം തെറ്റിപ്പോയില്ലേ. അപ്പോൾ ഈ ഏതൊക്കെയാണ് തെറ്റിയത് ആ ഏരിയ ഞാൻ പഠിക്കും. പിന്നെ അതുപോലെ ഡൗട്ടായിട്ട് ഇങ്ങനെ എന്താണ് 50-50 അടിച്ച് ശരിയാവുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അതും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഏരിയാസും പഠിക്കുമായിരുന്നു. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഇപ്പം നമുക്ക് കുറച്ച് തറവായിട്ടുള്ളത് അങ്ങനെ അങ്ങ് പോവും. പിന്നെ നമുക്ക് അടുത്ത ചോദ്യ പേപ്പർ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന പോർഷനിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വരും, അപ്പോൾ അത് പഠിക്കും. അങ്ങനെ ഞാനിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിച്ചത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കും, ഇംഗ്ലീഷ് ഒട്ടുമേ അറിയത്തില്ല, നല്ല മാർക്കൊന്നും നേടാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഇംഗ്ലീഷ് ഒരുപാട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ചോദ്യ പേപ്പറെ, ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനും അത് എങ്ങനെ കിട്ടി, അപ്പം ആ ട്രിക്ക്, നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ആ ട്രിക്ക് എല്ലാ ചോദ്യങ്ങളിലും നമുക്ക് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കും, എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു 3-4 ക്ലാസ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ വരുമ്പം ഇതായിരിക്കും ഉത്തരം എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. അതായത് ഒരു ഉത്തരം എനിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അറിയാവുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇംഗ്ലീഷ് കൂടുതലും ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. കണ്ടു നോക്കൂ, ഈസി ആയിരിക്കും. പിന്നെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഈ ചോദ്യ പേപ്പറെ 2020 നടന്ന LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെയാണ്. ആദ്യത്തെ ചോദ്യം, ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഈ സെന്റൻസിന്റെ മീനിങ് എന്താ? ഒരു ഈണം വയലിനിൽ അവൻ വായിച്ചു എന്നല്ലേ. അപ്പോൾ വയലിനിൽ എന്ന് അർത്ഥം കിട്ടണമെങ്കിൽ ഓൺ ആണ്. വയലിനിൽ എന്ന അർത്ഥം കിട്ടാൻ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ. വയലിനിൽ അവൻ വായിച്ചു. അടുത്തത്, വി എൻജോയ്ഡ് ഡാഷ് ഫൺ. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. ഏത് ആർട്ടിക്കിള്? ഒരു പ്രത്യേക തമാശയെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതിനാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ഉപയോഗിക്കുക. വി എൻജോയ്ഡ് ദ ഫൺ. ദ എന്തുകൊണ്ട് ഉപയോഗിച്ചു? ഒരു പ്രത്യേക തമാശയെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതിനാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ഉപയോഗിച്ചു. അടുത്തത്, ദേ ഡാഷ് ഫോർ യു. ദേ ഡാഷ് ഫോർ യു. അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇപ്പോഴും കാത്തിരിക്കുമല്ലേ. അപ്പൊ ആർ വെയിറ്റിംഗ്, പ്രസന്റ് കണ്ടിന്യൂസാ. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ഇപ്പോൾ അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. ദേ വെയിറ്റ് ഫോർ യു എന്ന് വെച്ചാൽ പതിവായി കാത്തിരിക്കാറുണ്ട്. ദേ വെയിറ്റ് ഫോർ യു എന്ന് വെച്ചാൽ എന്താണ്? പതിവായി കാത്തിരിക്കാറുണ്ട്. അതും യോജിക്കും. PSC കൊടുത്ത ഫൈനൽ ആൻസർ ആർ വെയിറ്റിംഗ് ആണ്. ദേ വെയിറ്റ്സ് വരത്തില്ല. എന്തുകൊണ്ട് വെയിറ്റ്സ് വരത്തില്ല? വെയിറ്റ്സ് വെർബിന്റെ കൂടെ S or ES വരുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആവുമ്പോഴാണ്. ഇവിടെ ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ വെയിറ്റ്സും വരത്തില്ല, ഈസ് വെയിറ്റിംഗും വരത്തില്ല, അതും സിംഗുലാർ ആണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ കൂടി ഓപ്ഷനിൽ നിന്ന് കുറച്ച് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വിടാം. അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷനാണ് ഈ വെയിറ്റ്സും ഈസ് വെയിറ്റിങ്ങും. വെയിറ്റ്സ് എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ്, ഈസ് വെയിറ്റിംഗ് ആണെങ്കിലും സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ ആർ വെയിറ്റിങ്ങും വെയിറ്റും വരാം. അപ്പോൾ ഇതിൽ PSC കൊടുത്തത് ആർ വെയിറ്റിംഗ് ആണ്. അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. ദേ വെയിറ്റ് ഫോർ യു എന്ന് വെച്ചാൽ പതിവായി കാത്തിരിക്കാറുണ്ട് എന്നാണ് അർത്ഥം.
അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് എസെൻട്രിക്. എസെൻട്രിക് എന്നാൽ പെക്യൂലിയാർ, നോർമൽ സ്വഭാവ സവിശേഷതകളിൽ നിന്ന് മാറിയുള്ള പെരുമാറ്റം. അയാളുടെ സ്വഭാവം ഒരു പെക്യുലിയർ സ്വഭാവമാണ്, അതായത് നോർമൽ സ്വഭാവം അല്ല. നോർമൽ സ്വഭാവത്തിൽ നിന്ന് മാറിയുള്ള പെരുമാറ്റത്തെയാണ് എസെൻട്രിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസെൻട്രിക്. അടുത്ത ചോദ്യം, ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ഇവിടെ ഹാപ്പി എന്നത് എന്താണ്? ലൈഫ് എന്ന് പറയുന്നത് ഒരു നൗണാണ്, നെയിമിംഗ് വേർഡ്. ലൈഫ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട്, നാമത്തെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് നാമവിശേഷണമാണ് ഹാപ്പി. നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമവിശേഷണം, അതായത് അഡ്ജക്റ്റീവ്. നാമവിശേഷണം എന്നാൽ അഡ്ജക്റ്റീവ്. ഇപ്പോൾ ഒരു ബോയ്, ഹീസ് എ വെരി ഗുഡ് ബോയ്. അപ്പോൾ വെരി ഗുഡ് എന്ന് പറയുന്ന ആ ബോയിയെ വിശേഷിപ്പിക്കാനാണ്. അപ്പോൾ ഗുഡ് എന്ന് യൂസ് ചെയ്യുന്നേക്കുന്നത് അവിടെ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതിനാൽ ഹാപ്പി എന്നത് നാമവിശേഷണം. നാമവിശേഷണത്തിന്റെ ഇംഗ്ലീഷ് ആണ് അഡ്ജക്റ്റീവ്. അടുത്ത ചോദ്യം, ദ ആന്റോണിം ഓഫ് എക്സ്ട്രാവേജന്റ്. എക്സ്ട്രാവേജന്റിന്റെ ഓപ്പോസിറ്റ് ആ ചോദിച്ചേക്കുന്നത്. എക്സ്ട്രാവേജന്റ് എന്ന് വെച്ചാൽ ധാരാളിയായ, ഒരുപാട് ചെലവാക്കുന്ന സ്വഭാവമുള്ള ആള് എക്സ്ട്രാവേജന്റ്. അതിന്റെ ഓപ്പോസിറ്റ് ഫ്രൂഗൽ ആണ്. ഫ്രൂഗൽ എന്നാൽ മിതവ്യയശീലം, അതായത് കുറച്ചു മാത്രം ചെലവാക്കുന്നയാള്, മിതവ്യയശീലമുള്ള ആൾ. എക്സ്ട്രാവേജന്റ് എന്നാൽ ധാരാളിയായ, അതിന്റെ ഓപ്പോസിറ്റ് ഫ്രൂഗൽ, മിതവ്യയശീലമുള്ള. അടുത്ത ചോദ്യം, അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദ എനിമീസ്. വുഡ് നോട്ട് ഗിവിൻ ആണ്. ഗിവിൻ എന്നാൽ സറണ്ടർ. അപ്പൊ ഇന്ന് പഠിക്കുന്ന ഫ്രേസൽ വെർബ് ഗിവിൻ. ഗിവിൻ എന്നാൽ സറണ്ടർ. നമ്മുടെ ജവാൻസ് ശത്രുക്കളുടെ മുന്നിൽ സറണ്ടർ ചെയ്യാറില്ല. അവർ ജവാൻസ് വുഡ് നോട്ട് സറണ്ടർ ടു ദ എനിമീസ്. അപ്പോൾ ഗിവ് ഇൻ ആണ് അവിടെ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബ്. അടുത്ത ചോദ്യം, റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള. ഈസ്. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രസ്താവനയാണ്. അപ്പൊ ഏത് സെന്റൻസ് ആണ്? അസർട്ടീവ് സെന്റൻസ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രസ്താവന സ്വഭാവമുള്ള വാചകങ്ങളാണ് അസർട്ടീവ് സെന്റൻസ്. ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെ ആണെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസ്. പിന്നെ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്നതാണെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അലാസ് എന്നൊക്കെ പറഞ്ഞ് ഒരു എക്സ്ക്ലമേറ്ററി വേർഡ് ഉണ്ടെങ്കിൽ പോലും അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്, എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പൊ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അടുത്ത ചോദ്യം, ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക്. പീകോക്ക് എന്നത് ഫെമിനൈൻ ആണോ, മസ്കുലിൻ ആണോ, ന്യൂട്ടർ ആണോ, കോമൺ ജെൻഡർ ആണോ? മസ്കുലിൻ ആണ്. പുല്ലിംഗ നാമമാണ് പീകോക്ക് എന്നത്. ഇതിന്റെ ഫെമിനൈൻ ജെൻഡർ ഏതാ? സ്ത്രീലിംഗം പി ഹെൻ ആണ്. പി ഹെൻ. പീകോക്ക് പുല്ലിംഗമാണ്, മസ്കുലിൻ. അടുത്ത ചോദ്യം, വിച്ച് വേർഡ് ഈസ് കറക്റ്റ്. വെക്കേഷന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഞാൻ ചോദിച്ചേ. ഓപ്ഷൻ എ ആണ് വെക്കേഷൻ. VACATION. VACATION ആണ് വെക്കേഷൻ. അടുത്ത ചോദ്യം, ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹി സെഡ് നത്തിങ് ഈസ്. ഹി സെഡ് നത്തിങ്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാം. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടായിരിക്കും. നോട്ട്, നോ, നെവർ, നത്തിങ് മുതലായ നെഗറ്റീവ് വേർഡ്സ്. ഇവിടെ നത്തിങ് ഉണ്ട്, അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള ടാഗുകളെ എലിമിനേറ്റ് ചെയ്യാം. സെന്റൻസ് നെഗറ്റീവ് അല്ലേ, അപ്പോൾ പോസിറ്റീവ് ടാഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ പോസിറ്റീവ് ടാഗ് ഉള്ളത് 3 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ടാഗ് ഉള്ള ഒരെണ്ണം ഉണ്ട്, അപ്പോൾ അത് വരത്തില്ല. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം. ഇവിടെ നെഗറ്റീവ് സെന്റൻസിന് ടാഗ് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ പോസിറ്റീവ് ടാഗിന്റെ ഫോർമാറ്റ് എന്താണ്? ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണ് പോസിറ്റീവ് ടാഗ് എഴുതുന്നത്. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടോ? ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് അങ്ങനെ മുതലായ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. ഈ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലാത്തത് കൊണ്ട് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി വെർബ് എടുക്കണം. ഇവിടെ മെയിൻ വെർബ് സെഡ് ആണ്. സെഡ് എന്ന് പറയുമ്പം ഡിഡ് പ്ലസ് സേ. സെഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡിഡ് പ്ലസ് സേ എന്ന് വരും.
അവിടെ നിന്ന് ഓക്സിലറി വെർബ് കിട്ടിയില്ലേ, ഡിഡ്. അപ്പോൾ ഇവിടെ ഡിഡ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡിഡ് ഹി. നത്തിങ് ഉള്ളതുകൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഓക്സിലറി വെർബ് നോക്കാം. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ മെയിൻ വെർബ് സെഡ് ആണ്. സെഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് സേ എന്ന് വരും. അപ്പോൾ ഓക്സിലറി വെർബ് കിട്ടി ഡിഡ്. ഡിഡ് ഹി ആണ് ഉത്തരം. സബ്ജക്ട് ഹി അല്ലേ, ഡിഡ് ഹി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം. കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസിന് 3 കണ്ടീഷൻ ഉണ്ട്. അതിന്റെ ആദ്യത്തെ കണ്ടീഷനാണിത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരിക. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇഫ് യു ലേൺ വെൽ എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. അതായത് വെർബിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ വെർബിന്റെ എസ് ഓർ ഇ എസ് ഫോം ഉണ്ടെങ്കിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താ വരുന്നത്, വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ. മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് വരേണ്ടത്. ഇവിടെ അങ്ങനെ വന്നേക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, എ, ക്യാൻ പാസ്. ക്യാൻ പ്ലസ് V1 വന്നില്ലേ. അപ്പോൾ ഇഫ് യു ലേൺ വെൽ യു ക്യാൻ പാസ് ദ എക്സാം. അപ്പോൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം, സൺസ്ട്രോക്ക് ഈസ് എ വേർഡ് ഫോംഡ് യൂസിങ്. സൺസ്ട്രോക്ക് എന്ന് പറയുന്ന കോമ്പൗണ്ട് വേർഡാണ്. അതായത് 2 വേർഡ്സ്, ഒന്നിലധികം വാക്കുകൾ കൂടി ചേർന്ന് ഒറ്റ വാക്കായി ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് വേർഡ്സിനെയാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം, ബ്ലാക്ക് ബോർഡ്. ബ്ലാക്കും ബോർഡും 2 വേർഡ്സ് ഒരുമിച്ച് ചേർന്ന് ഒറ്റ വാക്കായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് ബ്ലാക്ക് ബോർഡ്. ഇങ്ക് പോട്ട് അതുപോലെ തന്നെയാണ് സൺസ്ട്രോക്ക്. അപ്പോൾ ഒന്നിലധികം വാക്കുകൾ കൂടി ചേർന്ന് ഒറ്റ വാക്കായി ഫങ്ഷൻ ചെയ്യുന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്. ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. ഇറഗുലർലിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഡിയം ഏതാണ്? ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ആണ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്നാൽ ഇറഗുലർലി എന്നാണ് മീനിങ്. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻ റൈറ്റിംഗ്, അതായത് എഴുതി കൊടുക്കുന്നത്. ഇൻ റൈറ്റിംഗ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഹെഡ് ഓവർ ഹീൽസ് എന്ന് വെച്ചാൽ എന്താ? ഹെഡ് ഓവർ ഹീൽസ് എന്ന് വെച്ചാൽ വെരി മച്ച് ഇൻ ലവ് വിത്ത് സംവൺ. വെരി മച്ച് ഇൻ ലവ് വിത്ത് സംവൺ ആണ് ഹെഡ് ഓവർ ഹീൽസ് വിത്ത് സംവൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ഡീപ്പ് വാട്ടർ, ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഇൻ ഡീപ്പ് വാട്ടർ എന്നാൽ ഇൻ എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഇതിന്റെ പാസീവ് ഫോം. ഇതെന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസാ. സിമ്പിൾ പാസ്റ്റ് എങ്ങനെ മനസ്സിലായി? വെർബിന്റെ V2 മാത്രമേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് ഫോം എങ്ങനെയാ? സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് ദ ടോയ്സ്. അപ്പോൾ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഓഫ് ദ സെന്റൻസ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 ആയിരിക്കും. വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? V2 മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് ഫോം എഴുതാനുള്ള ഫോർമാറ്റ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ദ ടോയ്സ്. അപ്പം ദ ടോയ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വാസ് ഓർ വെയർ പ്ലസ് V3. അത് വാസ് ആണോ വെയർ ആണോ വരേണ്ടത് എന്നത് ഈ ടോയ്സിനെ അടിസ്ഥാനമാക്കിയാണ്. ടോയ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്നിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് പ്ലൂറൽ ആണ്. അപ്പോൾ വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വെയർ വെച്ചുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. വെയർ ബീയിങ് ബ്രോക്കൺ, വെയർ ബ്രോക്കൺ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഫോം എന്താണ്? വാസ് ഓർ വെയർ പ്ലസ് V3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡി ആണ് ഉത്തരം. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ദ ടോയ്സ് വെയർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. അടുത്ത ചോദ്യം, ഐ ഡാഷ് ജസ്റ്റ് കം. ജസ്റ്റ് കം തൊട്ടു മുൻപ് നടന്ന പ്രവൃത്തിയാ. തൊട്ടു മുൻപ് നടന്ന പ്രവൃത്തിയാണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി യൂസ് ചെയ്യാനുള്ളത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് തൊട്ടു മുമ്പ് നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഇവിടെ ഐ അല്ലേ സബ്ജക്റ്റ്. ഐ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആയിട്ടാണ് ഐ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാസും ഉണ്ട് ഹാവും ഉണ്ട്. ഏതാ യൂസ് ചെയ്യേണ്ടത്? ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ ഹാവ് ജസ്റ്റ് കം. ഐ ഹാവ് ജസ്റ്റ് കം.
കം കെയിം കം തന്നെയാണ്, കമ്മിന്റെ V3 കം തന്നെയാണ്. അപ്പൊ ഐ ഹാവ് ജസ്റ്റ് കം ആണ് വരുന്നത്. അപ്പൊ തൊട്ട് മുൻപ് നടന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആകുമ്പോൾ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഹാവ് യൂസ് ചെയ്തു. ഹാവ് പ്ലസ് V3. ഇവിടെ കം കെയിം കം ആണ്, അപ്പൊ കമ്മിന്റെ V3 കം തന്നെ. അടുത്ത ചോദ്യം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ്. ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് ഈസ് നോൺ ആസ് അബോറിജൈൻസ്. അബോറിജൈൻസ് ആണ്, ആദിമ നിവാസികൾ എന്ന് പറയും, ആദിമ നിവാസികൾ. അടുത്ത ചോദ്യം, ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസഷൻ ഓഫ് ദെയർ ഹോൾ ടിക്കറ്റ്. ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസഷൻ ഓഫ് ദെയർ ഹോൾ ടിക്കറ്റ് എന്ന് വെച്ചാൽ ഉറപ്പായും മസ്റ്റായും അവരുടെ പക്കൽ ഹോൾ ടിക്കറ്റ്സ് ഉണ്ടായിരിക്കണം. മസ്റ്റ് ആണ് ഉത്തരം, മസ്റ്റ്. അപ്പോൾ ഉറപ്പായും ഉണ്ടായിരിക്കണം എന്ന ഇൻസ്ട്രക്ഷൻ ആയതിനാൽ മസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ക്യാനും മേയും വില്ലും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഒരു ഇൻസ്ട്രക്ഷൻ അത് കൂടുതൽ യോജിക്കുന്നത് മസ്റ്റ് ആണ്. മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ദെയർ ഹോൾ ടിക്കറ്റ്. അടുത്ത ചോദ്യം, ബാലു ടു അക്ഷര, വേർ ആർ യു ഗോയിങ്? ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്ന് പറയുന്നത് വേർ ആർ യു ഗോയിങ്, അതൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ബാലു ചോദിച്ച കാര്യമാണ്. ബാലു ആസ്ഡ് അക്ഷര. പിന്നെ കണക്റ്റീവ് വേർഡ് ആയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ യൂസ് ചെയ്യാം, വേർ. അതുവരെ എല്ലാ സെന്റൻസിലും കറക്റ്റ്. അപ്പം ബാക്കിയാണ് നോക്കേണ്ടത്. ആർ യു ഗോയിങ്, അക്ഷരയോടല്ലേ ചോദിക്കുന്നത്, അപ്പം ഷീ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വേർ കഴിഞ്ഞ് കണക്റ്റീവ് വേർഡ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഷീ. ഷീ വരുന്ന 3 ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ വാസ് ഷീ ഗോയിങ് അത് വരത്തില്ല, തെറ്റാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആർ യു ഗോയിങ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം സെന്റൻസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റത്തെ എന്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ബാലു ആസ്ഡ് അക്ഷര വേർ വാസ് ഷീ ഗോയിങ്, അത് വീണ്ടും ഒരു ചോദ്യമാണ്. വീണ്ടും ഒരു ചോദ്യമായിട്ടല്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ വരേണ്ടത്, ഒരു സെന്റൻസ് ആയിട്ടാണ് വരേണ്ടത്. ബാക്കി 3 ഓപ്ഷനും എടുത്തു. വേർ ഷീ, അപ്പൊ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഓപ്ഷൻ വേർ ഗോയിങ് ഡിലീറ്റ് ചെയ്യാം. ഇനി 2 ഓപ്ഷൻ ഉണ്ട്, വാസ് ഗോയിങ്ങും ഉണ്ട്, ഹാഡ് ബീൻ ഗോയിങ്ങും ഉണ്ട്. അപ്പോൾ വേർ ആർ യു ഗോയിങ്, ആർ ഗോയിങ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നത്. അപ്പോൾ വാസ് ഗോയിങ് ബി ആണ് ഉത്തരം. അപ്പോൾ ബാലു ആസ്ഡ് അക്ഷര വേർ ഷി വാസ് ഗോയിങ്. അപ്പോൾ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. ചോദ്യമായതുകൊണ്ട് ബാലു ആസ്ഡ് അക്ഷര എന്ന് വരും. കണക്റ്റീവ് വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വേർഡ് വേറെ തന്നെ ഉപയോഗിച്ചു. പിന്നെ സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് ഇവിടെ അക്ഷരയോടല്ലേ ചോദിച്ചത്, അപ്പോൾ ഷീ ആണ് സബ്ജക്റ്റ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് വാസ് യൂസ് ചെയ്തു. അതുപോലെ ആർ ഗോയിങ് എന്തായിട്ട് മാറും? വാസ് ഗോയിങ് ആയിട്ട് മാറും. അടുത്ത ചോദ്യം, ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ്സ് ഈസ് സ്മോക്കിംഗ്. ദ അണ്ടർലൈൻ വേർഡ് ഈസ്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് ജെറണ്ട് ആണ്. ജെറണ്ട് വെർബിൽ നിന്നുണ്ടാകുന്ന നൗൺ ആണ് ജെറണ്ട്. സ്മോക്ക് എന്ന പുകവലിക്കുക എന്ന നൗണിൽ നിന്നാണ് സ്മോക്കിംഗ്, പുകവലി, ദ ആക്ട് ഓഫ് സ്മോക്കിംഗ് എന്നാണ് മീനിങ്. അപ്പോൾ വെർബിൽ നിന്നുണ്ടാകുന്ന നൗണിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. സ്മോക്ക് എന്ന വെർബ്, പുകവലിക്കുക എന്ന വെർബിൽ നിന്നും ഉണ്ടായ നൗൺ ആണ് സ്മോക്കിംഗ്, പുകവലി. ദ ആക്ട് ഓഫ് സ്മോക്കിംഗ് ആണ് ഏത്? പുകവലി എന്ന് പറയുന്നത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ്സ് ഈസ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ജെറണ്ട് ആണ്. വെർബിൽ നിന്നുണ്ടാകുന്ന നൗൺ ആണ് ജെറണ്ട്. അപ്പോൾ ഇത്രയും 20 ചോദ്യങ്ങൾ. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയൊക്കെ ഉത്തരത്തിലേക്ക് എത്താം എന്ന് ഇനി വഴിയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ട് കയറി ജോയിൻ ചെയ്തേക്കാം. ഇന്ന് റിവിഷൻ ടെസ്റ്റ് ഉണ്ട്. എല്ലാവരും റിവിഷനൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. Day 10 മുതൽ 15 വരെയാണ് റിവിഷൻ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.